സുഹൃത്തുക്കൾക്ക് പുതുരുചിയുടെ വെള്ളിയാഴ്ചയിലേക്ക് സ്നേഹസ്വാഗതം. രുചികരമായ കോളിഫ്ലവർ വഴറ്റിയതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതെങ്ങനെ നോക്കാം. 1/2 കിലോ കോളിഫ്ലവറിന് വേണ്ടിയുള്ള ചേരുവകളാണ് പറയുന്നത്. ഒരു സോസ്പാൻ അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ മുറിച്ച് നന്നായിട്ട് ഒരു വാം വാട്ടറിൽ അല്പം ഉപ്പിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ വെള്ളത്തിലേക്കിട്ട് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നു. ഓവറായിട്ട് വെന്ത് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു ക്രിസ്പിനെസ് അല്ലെങ്കിൽ ക്രഞ്ചിനെസ് നിലനിർത്തിക്കൊണ്ട് ആ വെള്ളത്തിൽ ബോയിൽ ചെയ്ത് വെള്ളം വാർത്തെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കോളിഫ്ലവറിന് യാതൊരുവിധ ടേസ്റ്റും ഉണ്ടാകില്ല. അത് കഴിഞ്ഞിട്ട് ഇത് വെള്ളം കളഞ്ഞ് നമുക്ക് അത് വാർത്തെടുക്കാം. ഫ്രൈങ് പാൻ അടുപ്പിൽ ചൂടാക്കുന്നു. ഒരു 50 മില്ലി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് താളിക്കുന്നു. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി മുതലായവ ചേർത്ത് കൊടുക്കുന്നു. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നു. ഏകദേശം ഒരു 15 ഗ്രാം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളിയുടെ വലിയ അരി എടുത്തിരിക്കുന്നത്, ഒരു 4-5 പച്ചമുളക് കീറിയതും ചേർത്താണ് വഴറ്റിയിരിക്കുന്നത്. ഒരുവിധം അതൊന്ന് വാടുന്ന വരെ വഴറ്റി, ഒരുപാട് ബ്രൗൺ ആകാൻ നോക്കേണ്ട കാര്യമില്ല. അതിനുശേഷം 1 കപ്പ് സവാള സ്ലൈസ് ചെയ്തത്, കനം കുറച്ച് അരിഞ്ഞത്, നീളത്തെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഈ ചേരുവകളെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. എപ്പോഴും നോൺ വെജ് വിഭവങ്ങൾ മാത്രമല്ല, ഇത്തരം പച്ചക്കറി വിഭവങ്ങൾ എളുപ്പത്തിലുള്ളതും കൂടെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് ഏതിനും ആദ്യം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വേണ്ടി ചേർത്ത് കൊടുക്കുന്നു. കാര്യമായിട്ടുള്ള സ്പൈസസുകളോ മസാലക്കൂട്ടുകളോ ഇതിനകത്തില്ല. വളരെ നിസ്സാരമായ ചേരുവകൾ മാത്രമേ ഉള്ളൂ. ലളിതമായ ചേരുവകൾ, രുചികരമായ ആഹാരം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഗരം മസാലപ്പൊടി നമ്മളെന്നും ചെയ്യുന്നത് തന്നെ, അത് തന്നെ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ഫെനൽ പെരുംജീരകത്തിൻ്റെ പൊടി, ഫെനൽ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ. ഇത് നമ്മൾക്കൊരു 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്ന ബ്ലാക്ക് പെപ്പർ പൗഡർ. ഒരു തക്കാളിക്ക ഒരു 8 കണ്ടിച്ച് അല്ലെങ്കിൽ കഷ്ണം ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് തക്കാളിക്ക ഇട്ട് ഒരുപാട് വേവിച്ച് അതിനെ കുഴച്ച് കളയേണ്ട കാര്യമില്ല. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ ചേരുവകളിലേക്കിട്ട് ഡ്രൈ ആയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നു. വേറെ യാതൊരുവിധ പ്രോസസ്സുകളോ കുക്കിങ്ങോ അതിനകത്തില്ല. ഈ ചേരുവകൾ, ഇത്രയും പറഞ്ഞ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് ഈ വേവിച്ച കോളിഫ്ലവറും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി, കോളിഫ്ലവറിലേക്ക് കാര്യമായിട്ട് ഈ മസാലകളൊക്കെ പിടിക്കുമെന്ന് സംശയം ഉണ്ടാകാം. എങ്കിലും അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. എന്തിനും ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ആ മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റി നമുക്കിത് വേണമെങ്കിൽ ഒരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കാം. കാരണം അപ്പോൾ ആ ഫ്ലേവേഴ്സ് എല്ലാം കാര്യമായിട്ടൊന്ന് അതിലേക്കൊന്ന് പിടിച്ച് കിട്ടും. ഒരു ലിഡ് വെച്ച് അടയ്ക്കുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് അതിൻ്റെ ആ സ്റ്റീം ഒന്ന് വരാൻ വേണ്ടി, ആ മസാലക്കൂട്ടുകളുടെ ഫ്ലേവറെല്ലാം കോളിഫ്ലവറിൽ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിലവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇതൊന്ന് വേവിച്ച് അധികം ഉടയാതെ ശ്രദ്ധിക്കുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സബ്ജിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾക്ക് ബദലായിട്ട് നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾക്ക് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം. ഒരു മെഴുക്കുവരട്ടിയുടെ രീതിയിൽ നമുക്ക് കഴിക്കാം. കോളിഫ്ലവർ വഴറ്റിയത്, അങ്ങനെ നല്ല രുചികരമായ ലളിതമായ കോളിഫ്ലവർ വഴറ്റിയതാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കുക. ഈ നോയമ്പ് കാലത്ത് ഇത്തരം വെജിറ്റേറിയൻ വിഭവങ്ങൾ ഏവരും നോക്കുന്നുണ്ടാകും. അവർക്കൊക്കെയും വേണ്ടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ രുചികരമായ കോളിഫ്ലവർ വഴറ്റിയതാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. ഏവരും വീട്ടിൽ ട്രൈ ചെയ്യൂ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് അറിയിക്കും. ഫുഡ് യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുമ്പോഴേക്കും ഷെഫ് സുജു ഫിലിം സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.